കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. റേഡിയോ പ്രിയോറിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. പൂവിളിയും പൂത്തുമ്പിയും പൂക്കളവുമായി ഒരു തിരുവോണവും കൂടി. ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന തിരുവോണ കാഴ്ചകളിലേക്കാണ് മനസ്സ് പോകുന്നത്. തിരുവോണം കേരളത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ആഘോഷമാണ്. വിളവെടുപ്പ് എന്താണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ഇന്ന് പൂവിളികൾ ഉയരുന്നത് ടെലിവിഷനിൽ മാത്രം. പൂക്കളും സ്കൂളിൻ്റെയോ ഓഫീസിൻ്റെയോ മുറ്റത്ത് ഓണ സെലിബ്രേഷൻ്റെ അന്നു മാത്രം കാണുന്നു. പൂക്കൾക്കായി പൂക്കുടയുമായി തൊടിയിലലയാൻ തൊടികളില്ലല്ലോ. കടയിൽ ചെന്ന് കാശു കൊടുത്താൽ അത് കിട്ടും. പൂത്തുമ്പി എന്നത് എന്താണാവോ, സൂവിൽ പോലും കണ്ടുകിട്ടാനില്ല. വലിയ മീശയും കുടവയറുമുള്ള ആ അങ്കിളിൻ്റെ പേര് എല്ലാ ഓണത്തിനും പഠിക്കുന്നതാണ്. പക്ഷെ മറന്നുപോകും. മാറ്റമില്ലാത്തത് ഓണക്കൊടിക്ക് മാത്രം. വസ്ത്രശാലകൾക്ക് അതൊരു വിപ്ലവ വിൽപ്പനയാണ്. നമ്മളോ കാണാൻ വിറ്റായാലും ഓണക്കോടി വാങ്ങും. ഉപ്പിന് തൊട്ട് കർപ്പൂരത്തിന് വരെ ഓഫർ വരിവരിയായി നിൽക്കുന്ന കാലമായതിനാൽ ഷോപ്പിംഗ് പൊടി പൊടിക്കും. ഓണസദ്യയ്ക്ക് വിവിധ കാറ്ററിംഗുകാരും ബേക്കറിക്കാരും വമ്പൻ ഓഫറുകൾ പുതുതായി മത്സരിച്ചു നൽകുന്നതിനാൽ ഇറങ്ങുന്ന സിനിമ കുടുംബസമേതം പോയി കാണാൻ സമയം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഓണം ഇന്ന് ഒത്തുകൂടലിൻ്റെ ഉത്സവം മാത്രമാണ്. ഒരു ദിവസം എല്ലാവരും കൂടി തകർത്താഘോഷിച്ച് പിന്നീട് മറന്നു മടങ്ങുന്ന ദേശീയ ഉത്സവം. ഒഴുക്കിനൊപ്പം നീന്തണം, കാലത്തിനൊപ്പം മാറണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് HC കുട്ടികളുടെ റേഡിയോ പ്രിയോർ ഓണം എപ്പിസോഡ്. ഞാൻ ഗ്രേറ്റ് ടീച്ചറിനൊപ്പം സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ ആഴ്ച റേഡിയോ പ്രിയോറിലൂടെ തിരുവോണ സന്ദേശം നൽകുന്നത് പ്രശസ്ത മലയാള സിനിമ സംവിധായകൻ ശ്രീ ബിജു മജീദ്. ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ ബിജു മജീദ്. സെന്റ് ഫിലോമിനാസ് HSS കൂനമ്മാവ് വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും HM-നും സ്കൂൾ സ്റ്റാഫുകൾക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. നമുക്കെല്ലാവർക്കും ഓണത്തെക്കുറിച്ച് അറിയാം. ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം നാൾ വരെയാണ് നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നത്. തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് കേരളീയരുടെ വിശ്വാസം. ആ വിശ്വാസം ഇന്നും നിലനിന്നു പോരുന്നു. സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും നന്മയുടെയും പ്രതീകമാണ് നമുക്ക് ഓണം. കാണം വിറ്റും ഓണമുണ്ണണം എന്നാണ് പണ്ടുള്ള ആളുകളുടെ പഴമൊഴി. ഓണക്കോടിയും ഓണസദ്യയും ഓണപ്പൂക്കളും ഓണക്കളികളും ഓണാഘോഷത്തിൻ്റെ ഭാഗമാണ്. സെൻറ്റ് ഫിലോമിനാസ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഓണപ്പൂക്കളങ്ങളും ഓണക്കളികളും ഊഞ്ഞാലാട്ടവും മറ്റു നാടൻ കളികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സുന്ദരമായ മനോഹരമായ ഒരു ഓണം സ്കൂളിലെ അധ്യാപകർക്ക് മുന്നിൽ കാഴ്ചവെക്കണം. അതുപോലെ അധ്യാപകർ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മറക്കാനാവാത്ത ഒരു ഓണം ഈ 2024 സമ്മാനിക്കണം. എല്ലാം കൊണ്ടും സെൻറ്റ് ഫിലോമിനാസ് HSS കൂനമ്മാവ് വിദ്യാലയം സ്നേഹത്തിൻ്റെ ഒരു പര്യായമായി മാറട്ടെ. കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നായി തന്നെ സെൻറ്റ് ഫിലോമിനാസ് HSS കൂനമ്മാവ് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം ഹൃദയത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും HM-നും മറ്റു സ്കൂൾ സ്റ്റാഫിനും ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു. ഓണസദ്യ ഒരു വികാരമാണ്, കഴിക്കാൻ ഇഷ്ടമുള്ളതുമാണ് അല്ലേ? പക്ഷേ അത് വിളമ്പുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. അറിയുമോ അതെങ്ങനെയാണെന്ന്? അറിയില്ലെങ്കിൽ കേട്ടോളൂ. അൾട്രീന എഡിസന്റെ സദ്യ വിളമ്പുന്ന രീതി. ഉണ്ടറിയണം ഓണം എന്നാണല്ലോ ചൊല്ല്. എന്നാൽ ഊണ് കേമമാകണമെങ്കിലോ വിഭവങ്ങൾ നന്നായി വിളമ്പിക്കൊടുക്കണം എന്നാണ് പഴമക്കാർ പറയാറ്. സത്യരജോ ഗുണങ്ങളുള്ള കറികൾ
സമ്മിശ്രമായും മധുരം അതിലെ ഇടകലർന്ന് വിളമ്പിയാലേ ശാസ്ത്രീയമായി സദ്യ കേമമാവുകയുള്ളൂ. തൂഷനിലയിലായിരിക്കണം സദ്യ വിളമ്പേണ്ടത്. ഇതിനെ നാക്കില എന്നും പറയുന്നു. ഇലയിടുമ്പോൾ അഗ്രഭാഗം ഇടത്തുവശത്തും മുറിച്ച ഭാഗം വലത്തുവശത്തും വരണം. കറികളുടെ എണ്ണത്തിലും വിളമ്പുന്ന രീതിയിലും പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാലും പൊതുവായി സദ്യ വിളമ്പുന്ന രീതിയുണ്ട്. ഉപ്പ്, ഉപ്പേരി, കായ, ശർക്കര പുരട്ടി എന്നിവ ഇലയുടെ ഇടത്തെ മൂലയിൽ താഴെ വിളമ്പും. ഇവിടെ പപ്പടവും പഴവും മൂലയിൽ വയ്ക്കും. ഇടത്തെ മൂലയിൽ നിന്ന് ഇഞ്ചിപ്പുളി, മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, തുടർന്ന് കിച്ചടി, പച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, ഓലൻ എന്നിവ വിളമ്പുന്നു. കാളൻ വലത്തേ അറ്റത്താണ് വിളമ്പുക. കറി വിളമ്പിയാൽ ഇലയുടെ മധ്യത്തിൽ ചോറ് വിളമ്പും. ചോറിൻ്റെ വലത്തെ പകുതിയിൽ പരിപ്പും നെയ്യും വിളമ്പാം. തുടർന്ന് സദ്യ കഴിക്കാൻ സാമ്പാർ വിളമ്പും. തുടർന്ന് പുളിശ്ശേരി വിളമ്പലാണ് പതിവ്. കാളൻ അവസാനം ചോറ് കൂട്ടി കഴിക്കണം. പിന്നെ മോരും രസവും കഴിക്കാം. ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ അടപ്പായസവും പപ്പടവും പഴവും കുഴച്ച് കഴിക്കാം. ചില സ്ഥലങ്ങളിൽ പാൽ പായസമോ പരിപ്പ് പായസമോ കഴിക്കും. തുടർന്ന് രസമോ മോരോ കഴിച്ചാൽ ഊണിൻ്റെ രസം ബഹുരസം തന്നെയാണ്. എന്നാൽ ഇനി ഊണ് ഗംഭീരമായില്ലേ? ഓണമുണ്ട വയറെ ചൂളോമ്പാടിക്കിടാ. ഊണമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. സെയിന്റ് ഫിലോമിനാസിന്റെ സ്വന്തം റേഡിയോ പ്രിയോറിന് ആശംസകൾ അർപ്പിക്കുന്നു പ്രശസ്ത സിനിമാ നടൻ ശ്രീ വിയാൻ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിയാൻ. സെന്റ് ഫിലോമിന സ്കൂളിലെ കുട്ടികൾ ചേർന്നൊരുക്കിയ പ്രയോർ എന്ന റേഡിയോ പ്രക്ഷേപണത്തിനും റേഡിയോ ചാനലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ പ്രയോർ എന്ന റേഡിയോ ചാനലിൻ്റെ പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിക്കുന്ന അധ്യാപക, അനധ്യാപക, വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓണപ്പാട്ടില്ലാണ്ട് എന്തൊരോണം. ഓണപ്പാട്ടുമായി ശിവാനി. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണത്തിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണത്തിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. You're listening to Radio Prior presented by Little Kites, St. Philomena's HSS Kunamav. സുനിത ടീച്ചറിനെ ഓർക്കുന്നില്ലേ? കുറച്ചു നാൾ മുമ്പ് എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി പോയ നമ്മുടെ ബയോളജി ടീച്ചർ ഈ തിരുവോണ ദിനത്തിൽ ടീച്ചർ നമുക്ക് ഒപ്പം ചേരുന്നു. ഫസ്റ്റ് എയ്ഡിനൊപ്പം വിശേഷവുമായി. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത് ഫസ്റ്റ് എയ്ഡ് ഡേയെ കുറിച്ചാണ്. സെപ്റ്റംബർ 14 ഫസ്റ്റ് എയ്ഡ് ഡേ അഥവാ പ്രാഥമിക ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നു. ഒരു അപകടം നടന്നാലുടൻ ആദ്യമായി സംഭവ സ്ഥലത്തെത്തുന്നയാൾ ചെയ്യേണ്ടി വരുന്ന പ്രാഥമിക കർത്തവ്യങ്ങളെയാണ് പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലോ ഡോക്ടറുടെ അടുക്കലോ എത്തിക്കുന്നതിനിടയിലുള്ള സമയത്താണ് സാധാരണ പ്രഥമ ശുശ്രൂഷ നൽകാറുള്ളത്. ഞാനിന്നിവിടെ എല്ലാ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. സാധാരണയായി സ്കൂളുകളിൽ ചില കുട്ടികൾ ചുഴലി അഥവാ എപ്പിലെപ്സി മൂലം വീണുപോകുവാറുണ്ട്. സാധാരണക്കാർ അവയെ ഫിറ്റ്സ് എന്നും മറ്റും പറയാറുണ്ട്. ആ ഘട്ടത്തിൽ രോഗിയെ സാവധാനം നിലത്ത് ഒരു വശത്തേക്ക് ചരിച്ചു കിടത്തുക. ഇറുക്കിയ വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുക.
ശ്വാസതടസ്സം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. വിഭ്രാന്തി അവസാനിക്കാതെ ഒരിക്കലും രോഗിയെ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കരുത്. തല ചരിച്ച് കിടത്തുക. നുരയും പതയും തിരിച്ച് വായിലോ മൂക്കിലോ പ്രവേശിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ കിടത്തുക. സീരിയലിലും സിനിമയിലും കാണുന്നത് പോലെ താക്കോലോ ഇരുമ്പോ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണേ. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുനിത ടീച്ചർ. ഈ ഓണത്തിലെ കണ്ണുനീർപ്പാടാണ് വയനാട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് എയ്ഡ്സ് കുട്ടികൾ സമർപ്പിക്കുന്നു നാടകം നിശ്ചലം. പ്രിയ ശ്രോതാക്കളെ, വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിശ്ചലം. മോളെ മാളു, സമയം 8:30 സ്കൂളിൽ പോകാൻ നേരമായി. പെട്ടെന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. ഞാൻ ഈ കവിത ഒന്ന് ചൊല്ലി പഠിക്കട്ടെ അമ്മ. എന്തൊരു മഴയാ! ഒരാഴ്ചയായി മഴ തുടങ്ങിയിട്ട്. ഒരു തുള്ളിക്ക് ഒരു കുടം. അമ്മേ, ഞാൻ റെഡിയായി. ദേ സ്കൂൾ ബസ് എത്തി. വേഗം പൊക്കോളൂ. ശരി അമ്മേ, ടാറ്റാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. കുട്ടികളെ, സംസാരിക്കാതിരിക്കൂ. അറ്റൻഡൻസ് പ്ലീസ്. റംല പ്രസന്റ് ടീച്ചർ. മുഹമ്മദ്, ഗോകുൽ, നീരജ്, മാളു. എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. നാം ഇന്നലെ ചൊല്ലിയ മഴക്കവിത എല്ലാവരും ചൊല്ലി നോക്കിയോ? മുഹമ്മദ്, കവിത ചൊല്ലൂ. ഞാൻ ടെസ്റ്റ് എടുക്കാൻ മറന്നു ടീച്ചർ. ടെക്സ്റ്റ് ബുക്ക് ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുവരണം കേട്ടോ. റംല, കവിത ചൊല്ലൂ. ഇന്നലത്തെ മഴയിൽ എന്റെ എല്ലാ പുസ്തകങ്ങളും നനഞ്ഞു ടീച്ചർ. ശരി റംല. മാളു, കവിത ചൊല്ലൂ. യാത്രികൻ വന്നു വീണ്ടുമേ കർക്കടം. എത്രയോ കാലമായെങ്കിലും അല്പനാൾ മുമ്പിലെന്ന പോൽ ജന്നലിൽ ഒറ്റ മിന്നലിൽ വീണ്ടും പഴയ ഞാൻ. കാറ്റു തൊട്ടാൽ പുഴങ്ങുന്നു വേരുകൾ ചോട്ടിലെങ്കിലും മേലെ തളിരുകൾ ഏറ്റുവാങ്ങിടുന്നീ മഴച്ചാറ്റലിൻ ഞാറ്റുപാട്ടും നിറഞ്ഞ ചങ്ങാത്തവും. മാളു, അച്ഛൻ ഇതുവരെയും വന്നില്ലല്ലോ. എനിക്ക് ഭയം തോന്നുന്നു. ഭയങ്കര മഴയാ. സമയം 10:30. നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പു, നീ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കൂ. TV കണ്ടത് മതി. അച്ഛൻ വരുന്നവരെ ഞാൻ TV കാണും. സാർ, എന്റെ ഭാര്യയും മക്കളെയും കണ്ടോ? സാർ, എന്റെ പൊന്നു മോളെ, നീ എവിടെയാ? നിങ്ങൾ ക്യാമ്പിലോട്ട് ചെല്ലൂ, അവിടെ ഉണ്ടാവും. ബാലേട്ടാ, നമ്മുടെ മോള്. നമ്മുടെ മോള് എവിടെ? പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്കിനി ആരാടാ കവിത ചൊല്ലി തരുന്നത്? അറ്റൻഡൻസ് പ്ലീസ്. റംല, മുഹമ്മദ്, മാളു. മാളു നമ്മെ വിട്ടു പോയി ടീച്ചർ. വിഷമിക്കരുത് മക്കളെ. മാളുവിന്റെ കവിതയുടെ ശബ്ദം ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. മാളു നമ്മോടൊപ്പമുണ്ട്, ഇപ്പോഴും എപ്പോഴും. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഈ തിരുവോണ ദിനത്തിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനായി ഒരു കവിത സമർപ്പിക്കുന്നു പ്രപഞ്ച VP. വൃദ്ധസദനങ്ങളിലെ ജനാലകളിൽ കണ്ണും തെറ്റി കാലം തല്ലി നീക്കുന്നുണ്ട് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച ചില ജന്മങ്ങൾ. ചിലർ മക്കളിലൂടെ നടക്കാതെ പോയ മോഹനങ്ങൾ കൊച്ചുമക്കളിലൂടെയെങ്കിലും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഓരോ അപ്പൂപ്പനും ഓരോ അമ്മയും. 1000 കഥകൾ പറഞ്ഞെത്തുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓരോ അമ്മൂമ്മയും അപ്പൂപ്പനും. ONV കുറുപ്പിന്റെ മുത്തച്ഛൻ എന്ന കവിത. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മി, വീടെവിടേക്കു പോകും ആനാണല്ലേ ഉണ്ണി. ഇവിടെയും മറത്തില്ലെങ്കിലും ഇവിടെ വീടെയോ നീ എന്തു ചെയ്യാം. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാ നിറയില്ലേ പണിയൊന്നും ചെയ്തിടാതെ. കലവറയിലുണ്ടാവും ഉണ്ണിക്കായി കരുതിയ കദളിക്കൂലയുടെ പാകം നോക്കാൻ
ഇരുവരും ഓണത്തിലെല്ലാരും എത്തുമ്പോൾ ഇളവേനും വെള്ളരിയുമൊക്കെ വേണ്ടി തൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം വീട പടവലത്തിൽ പന്തലേ ഒരു മീനിനെ കോതി പറയുന്ന പൊന്നെ വെറുതെ ശകാരിച്ചു നിൽക്കയാവാം എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ ഈടെവിടേക്കു പോകാനാണല്ലേ ഉണ്ണി. സെപ്റ്റംബർ 13 ചോക്ലേറ്റ് ഡേ ആണ്. ദേ വായിൽ വെള്ളം വന്നു. ഇനി കടയിൽ പോയി ചോക്ലേറ്റ് ഒന്നും വാങ്ങണ്ട. ആഗ്നസ് അനീറ്റയുടെ ഈ റെസിപ്പി അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകൾ നിങ്ങൾ കഴിക്കാറില്ലേ? ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പഠിച്ചാലോ? അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: കൊക്കോക്കായ, പാൽ, നെയ്യ്, പഞ്ചസാര. ആദ്യം കൊക്കോക്ക പൊട്ടിച്ച് കുരുവെടുക്കാം. ആ കുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളപ്പരിപ്പ് എടുക്കണം. ആ പരിപ്പ് മിക്സിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. നന്നായി ഇളക്കിയ ശേഷം അരിപ്പ കൊണ്ട് അരിച്ചെടുക്കണം. അതിനുശേഷം വെള്ളം ഊറാൻ വയ്ക്കാം. ഊറിയ ശേഷം ഇളക്കാതെ മുകളിൽ നിന്ന് മാത്രം തെളി ഊറ്റിയെടുക്കാം. ഗ്യാസിൽ ഒരു പാത്രം വെച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കണം. അതിനുശേഷം കൊക്കോയുടെ ഊറിയ തെളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചതിന് ശേഷം 200 ഗ്രാം പഞ്ചസാര ഇട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. കുറുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. ഒരു ക്രീമി പരുവത്തിലാകണം. അതിനുശേഷം ഒരു സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം കൊക്കോ ക്രീം ഒഴിച്ച് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ വെച്ച് തണുപ്പിക്കാം. നമ്മുടെ രുചികരമായ ചോക്ലേറ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമല്ലോ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. ഹിന്ദി ഭാഷയെക്കുറിച്ച് അതുല്യ സന്തോഷിൻ്റെ ഒരു സന്ദേശം കേൾക്കാം. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയുടെ പ്രസക്തി ആഘോഷിക്കുന്നതിനായി എല്ലാ വർഷം സെപ്റ്റംബർ 14 ഹിന്ദി ദിനമായി ആചരിച്ചു വരുന്നു. ഭാരത സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ ദിനാഘോഷം. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി, ദേവനാഗരിയായി, ഔദ്യോഗിക ലിപിയായും ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചു. ഹിന്ദി ഭാഷാ വിദഗ്ധനായിരുന്ന വിയാഹർ രാജേന്ദ്ര സിംഹയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 14. ഇന്ത്യൻ ഭരണഘടനയുടെ 343 പ്രകാരം ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തീർന്നു. 22ാം ഷെഡ്യൂളിലെ ഭാഷകളിൽ ഹിന്ദിയും ഇംഗ്ലീഷും കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ആവശ്യമായി ഉപയോഗിച്ചു വരുന്നു. 25 കോടിയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഹിന്ദി ലോക ഉപയോഗത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഹിന്ദി ഭാഷ അഥവാ നമ്മുടെ രാഷ്ട്രഭാഷയോടുള്ള അപരസൂചകമായ ഒരു ഹിന്ദി ഗാനം ആലപിക്കുന്നു വൈഗ യോഗേഷ്. तेरी मेरी गल्लायों के मशको करना के बितुन नसरों से तू कित चलिए तू कित चलिए तू कित चलिए जानदा है मिलिए तो जानती है तू तेरे बिना मेरे रागू मेरे बिना तू कित चलिए तू कित चलिए तू कित चलिए काटू कैसे राता ओ साबरे जिया नहीं जाता संभावरे गिराता लंगिया लंबिया ले कड़े तेरी संगिया संगिया रे गिराता लंबिया लंबिया ले कड़े तेरी संगिया संगिया रे चम 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 अंगरांगे ताने केंदे ने सजना तू ही तन मेरे कुछ दिल ना मर्दे ने सजना तेरे बिना मेरा होंगे राहू सारा चढ़ के न जानी मैनू तू ही है सहाना काटू कैसे राता ओ सबरे जिया नहीं जाता संभावरे राता लंबिया लंबिया रे
कड़े तेरी संगिया संगिया रे किड़ाता लंबिया लंबिया रे कड़े तेरी संगिया संगिया रे तेरे मेरे गल्लाए होगे मशकू करना के बितन से ससुरों से तू कितने चलिए तू कितने चलिए तू कितने चलिए जानता है मिलिए तू जान दिए तू तेरे मैंने मेरे लागू मेरे बिना तू कितने चलिए तू कितने चलिए तू कितने चलिए काटो कैसे राता ओ साबरे जिया नहीं जाता संभावरे किराता लंबिया लंबिया रे कड़े तेरी संगिया संगिया रे किड़ाता रंगिया लंबिया ले कड़े तेरी संगिया संगिया रे. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഹെൽന പീറ്റർ. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 1ാം പാദ വാർഷിക പരീക്ഷ സെപ്റ്റംബർ 3 തുടങ്ങി സെപ്റ്റംബർ 12 സമാപിച്ചു. ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ 23 സ്കൂളുകൾ വീണ്ടും തുറക്കും. മലയാള മനോരമ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തിലെ SPC യൂണിറ്റുകൾ ഓണക്കിറ്റുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. കുട്ടികൾക്കായി ഓണാഘോഷ പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് മിനി ഏലിയാസ് ടീച്ചർ പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് റവറൻഡ് ഫാദർ സുജിത് ഓണാഘോഷ സന്ദേശം കുട്ടികൾക്ക് നൽകി. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി നടത്തിയ വടംവലി അപ്പങ്കടി മത്സരങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഒരു ദിവസം ആഘോഷിച്ച് മറന്ന് മടങ്ങുവാനുള്ളതല്ല തിരുവോണം. ആഘോഷങ്ങളുടെ പഴക്കമുള്ള വഴികൾ വളരെ വർണ്ണപ്പമായതും ഗൃഹാതുരവുമായിരുന്നു. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, പക്ഷേ വാണിജ്യവൽക്കരിച്ച് അതിന്റെ അത്യന്തിക ഭംഗി കളയരുത്. റേഡിയോ പ്രിയോർ വീണ്ടും അടുത്ത ആഴ്ച. ഒരിക്കൽ കൂടി ഏവർക്കും റേഡിയോ പ്രിയോറിന്റെ തിരുവോണ ആശംസകൾ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ.